തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ, പ്രത്യേകിച്ച് ഹാഷിമോട്ടോസും ഹൈപ്പോ തൈറോയിഡ്സും ഒക്കെ ഉള്ളവർ എക്സസൈസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നിങ്ങൾ എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കാനായിട്ട് നിങ്ങൾ പല രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് അല്ലേ. ചിലർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, എയറോബിക്സ് ആയിക്കോട്ടെ, സൂംബ ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ. ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലാണോ നിങ്ങളുടെ ശരീരം ഉള്ളതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക? ചില ആളുകൾക്ക് ഇന്ന് വർക്കൗട്ട് ചെയ്താൽ നാളെ 2 ദിവസം കിടക്കേണ്ട അവസ്ഥയാണ്, ക്ഷീണമാണ്, പിന്നെ എനർജി ഒന്നും ചെയ്യാനുള്ള എനർജി അവർക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു കണ്ടീഷൻ, നിങ്ങളുടെ ശരീരത്തിലെ നീർക്കെട്ടുകളും വേദനകളും ഒക്കെ ഉള്ള സമയത്ത്, നിങ്ങൾക്ക് മസിൽസിനൊക്കെ വേദനയാണ്, ജോയിൻസിനൊക്കെ പെയിൻ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയിട്ട് എന്ത് എക്സസൈസ് ചെയ്താലും ഇത് ഈ പഴുത്തിരിക്കുന്ന മുറിവിൽ പോയി തോണ്ടുന്ന പോലെ ആയിരിക്കും. തോണ്ടിക്കൊണ്ടിരുന്നാൽ ഈ മുറിവ് എന്തെങ്കിലും ഹീലാവുമോ? ഹീലാവില്ല എന്ന് മാത്രമല്ല അല്ലേ, പഴുപ്പ് സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ നീർക്കെട്ടുകളുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അക്യൂട്ടായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൂടത്തേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് എന്താ നമുക്ക് പറ്റുക? ഒന്നിൽ നിങ്ങൾക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, CBCയും CRPയും ചെയ്ത് നോക്കാം. CRP എന്ന് പറഞ്ഞാൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടാകും. ഏത് ഡോക്ടേഴ്സ് അവർ തൈറോയ്ഡ് രോഗിയുടെ CRP ഒക്കെ ചെക്ക് ചെയ്യുന്നത്? അങ്ങേറ്റം പോയി ഒരു കാർഡിയോളജിസ്റ്റോ റൊമറ്റോളജിസ്റ്റോ CRP അഡ്വൈസ് ചെയ്യുമായിരിക്കും അല്ലേ. പക്ഷേ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു 90% തൈറോയ്ഡ് ഹാഷിമോട്ടോസ് പേഷ്യൻസിനും CRP ഹൈ ആണ്. അപ്പോൾ ആ CRP നോർമൽ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എക്സസൈസ് അവർക്ക് അഡ്വൈസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ്. ക്ഷീണമാവുന്നുണ്ടോ, ക്ഷീണം കൂടുന്നുണ്ടോ, നിങ്ങളുടെ എനർജി തീരെ ഇല്ലാണ്ടായി പോകുന്നുണ്ടോ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേദനയും അക്യൂട്ടായിട്ടുള്ള ഇൻഫ്ലമേറ്ററി ലക്ഷണങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിലും നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. ഇനി കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെന്ന് വിചാരിച്ചു, എല്ലാ ആളുകൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ലല്ലോ തൈറോയ്ഡ് രോഗികൾക്ക്. അപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം, പക്ഷെ അവിടെ വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. സമയം കൂടുതലായിട്ട് നിങ്ങൾ ഓവർ എക്സസൈസ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു 10 മുതൽ 20 മിനിറ്റ് വരെയോ, അങ്ങേയറ്റം വരെ ഒരു 30 മിനിറ്റ് വരെയോ മാത്രമേ നിങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സ്റ്റേജിൽ എക്സസൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ CRP കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൂടുതലാണെങ്കിൽ എന്താണ് ഒരു സൊല്യൂഷൻ, അതും കൂടെ പറഞ്ഞത് അവൻ്റെ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ അല്ലേ. അതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ചിന്ത. ശരി, അപ്പോൾ ഇത് മാറ്റിയെടുക്കാനായിട്ട് അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു തരാവുന്ന ടിപ്സൊന്നും എൻ്റെ കയ്യിലില്ല. ശരിക്കും ഇല്ലാഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞു തരാത്തത്. നിങ്ങൾ ഓരോ ശരീരത്തിലും ഓരോ രോഗിക്കും ഇൻഫ്ലമേഷൻസ് പല തരത്തിലായിരിക്കും. അപ്പോൾ അത് ഏത് ടൈപ്പാണ് ഇൻഫ്ലമേഷൻ നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങളെ കണ്ട് അസസ് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ നേരിട്ട് കാണണം അല്ലേ. അപ്പോൾ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്താൽ അതനുസരിച്ചുള്ള മരുന്ന് തന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് ദയവേദി ഇതിൻ്റെ അടിയിൽ നിങ്ങൾ എന്താണ് റെമഡി, എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിക്കരുത്.